ഹലോ ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ പുതിയൊരു വർക്കുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സെറാമിക് ചെയ്തതാണ്. സെറാമിക് ഒരു വീടിൻ്റെ മേലെ മൊത്തം ഫ്രണ്ട് വശം മൊത്തം സെറാമിക്കോട് ചെയ്തതാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഷീറ്റ് ഇടലായിരുന്നു. അന്ന് പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ടും പിന്നെ കയറി താമസമൊക്കെ പെട്ടെന്നായതുകൊണ്ടും ബാക്ക് സൈഡ് ചെയ്യാതെ ഒഴിവാക്കിയിട്ട് പോയതാണ്. പെട്ടെന്ന് ഫ്രണ്ട് മാത്രം തീർത്തിട്ട് പോയതാണ്. അപ്പം അതിന് പുറകുവശം ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പണിക്ക് വന്നിട്ടുള്ളത്. ഫ്രണ്ട് വശം മൊത്തം നമ്മൾ സെറാമിക് കോടിയെല്ലാം ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ആനവായനം കോടിയെല്ലാമായിട്ട് കുറച്ച് ഡിസൈനായിട്ട് ചെയ്തതാണ്. ബാക്ക് സൈഡ് പിന്നെ ഫുൾ വൺ സൈഡ് ചെരുവിൽ ഒറ്റയടിക്ക് ചെയ്യുകയാണ്. കാരണം അവർക്ക് ബാക്ക് സ്പേസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് താത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ബാക്കിൽ എൻ്റെ ഒരു സ്റ്റെയറും കൂടി അടിക്കാനുള്ളത്. അപ്പം ഒറ്റ സൈഡിലോട്ട് ചെരിച്ചിട്ടാണ് ഷീറ്റാണുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഫ്രണ്ടും ബാക്കും എല്ലാം ഇട്ടതിൻ്റെ വിഷ്വൽ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ സെറാമിക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ വേറെ ചെയ്തിട്ടുണ്ടായിന്. സെറാമിക്കിൻ്റെ ഫുൾ വർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. ഇതിന് വേണ്ടി നമ്മൾ പൈപ്പ് ആദ്യം കഴുക്കോലിൻ്റെ പണിയാണ്. കഴുക്കോൽ ഉത്തരം എല്ലാം വെക്കലാണ്. ഒറ്റ സൈഡ് ചെരുവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. കാരണം വൺ സൈഡ് ചെരുവാണ്. ഒറ്റ ഷീറ്റും കൊണ്ടാകുന്നില്ല, 2 ഷീറ്റ് വരുന്നുണ്ട്. 2 18 ഷീറ്റ് ആണ് വരുന്നത്. 2 18 ഷീറ്റാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുക്കോലായിട്ട് പിന്നെ 3 പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇടയ്ക്കൊരു ബീം എക്സ്ട്രാ സപ്പോർട്ടും കൂടി ഇട്ട് കൊടുത്തിന്. അടിവശത്തെ കൂടാണ്ട് മേലൊരു ഉത്തരമുണ്ട്, അതുകൂടാണ്ട് സെൻറ്ററിലൊരു ഉത്തരം കൂടി ഇടുന്നുണ്ട്. കാരണം തൂണ് കൊടുക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഡ്രസ്സ് പോലെ ഒന്നും ആക്കിയിട്ടില്ല. 3 സിംഗിൾ പൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനെയല്ലേ ഉള്ളൂ. ഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ മണി ചിലവാകുന്നുണ്ട്. നടുക്ക് തൂണ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ. പട്ടികയെല്ലാം പരമാവധി അടുപ്പിച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. വലിയ അകലമൊന്നും ഇട്ടിട്ടില്ല. കാരണം ഷീറ്റൊക്കെ നല്ല 4-5 ഇഞ്ച് ഷീറ്റാണ് മൊത്തം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ പുറകിൽ ബേക്ക് വശം മൊത്തം ഉപയോഗിക്കാമല്ലോ. കാരണം ഇവിടെ സ്റ്റെയർ അടിച്ച് കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റ് നമ്മൾ ഇതിന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കഴുക്കോലിൻ്റെയും പട്ടികയുടെ എല്ലാം പണി കഴിഞ്ഞിട്ട് പാത്തിയുടെ പണിയാണല്ലോ. പാത്തി ക്ലാമ്പെല്ലാം വെച്ച് പാത്തിയെല്ലാം ഫിറ്റാക്കി വന്ന് 8 ഇഞ്ചിൻ്റെ പാത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം 2 ഷീറ്റ് അത്രയും ഷീറ്റിൻ്റെ ലെങ്ത് വരുന്നുണ്ടല്ലോ. പിന്നെ ഡ്രോപ്പിൻ്റെ എണ്ണം കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഡ്രോപ്പ് കൂടുതൽ കൊടുത്തില്ലെങ്കിൽ ചപ്പെല്ലാം പണിയിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്ലോക്കാവും. പൊതുവെ ആൾക്കാർ പിന്നെ ഡ്രോപ്പൊന്നും കൊടുക്കാനുള്ള സമ്മതിക്കില്ല. ഒറ്റ ഡ്രോപ്പിൽ ഒറ്റ സ്ഥലത്തോട് വെള്ളം പോകണമെന്നെല്ലാം പറയും. അങ്ങനെയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നെല്ലാം ബ്ലോക്കായിട്ട് വെള്ളമൊന്നും പോകില്ല. വാർപ്പിൻ്റെ ആണെങ്കിൽ ആർക്കും പ്രശ്നമില്ല. എത്ര പൈപ്പ് വേണമെങ്കിലും കൊടുക്കുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല. ഈ ഷീറ്റ് ഇടുമ്പോഴത്തേക്കും എല്ലാ വെള്ളം കൂടി ഒറ്റ സ്ഥലത്ത് തരണം എന്നാണ് എല്ലാവരുടെയും നിർബന്ധം. അങ്ങനെയൊന്നും ആളുകൾ പറഞ്ഞാലും പരമാവധി വെച്ച് കൊടുക്കാണ്ടിരിക്കുക. ഇതെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ വർഷത്തിനുള്ളിൽ മൊത്തം ബ്ലോക്കായി പൊട്ടിത്താലി പോകും. പൊട്ടിത്താലി പോകുന്നല്ല, ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതെല്ലാം പാത്തിയെല്ലാം തൂങ്ങാൻ തുടങ്ങില്ലേ. ലോഡ് വന്ന് നിന്നിട്ട് ഒരു സ്ഥലത്തേക്ക്. ഇതാണ് മൊത്തം ചെയ്തതിൻ്റെ വീഡിയോ ആണ്. മൊത്തം സെറാമിക് ഇട്ടതിൻ്റെ ഫ്രണ്ടിലത്തെ എല്ലാം കൂടിയുള്ള വീഡിയോ ഇത്. പിന്നെ സെറാമിക് ചെയ്യുന്നതിൻ്റെ വർക്കിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിന്. അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടി ഒന്ന് കയറി കണ്ടു നോക്ക്. അതുപോലെ പിന്നെ നമ്മുടെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റെയറിൻ്റെ കൂടി അടിക്കാനുണ്ട്. അതിൻ്റെ വിഷയം കൂടി നമ്മൾ ഇട്ട് തരാം. സ്റ്റെയർ അടിച്ച് കഴിഞ്ഞില്ല, അതും കൂടി അടിക്കണം ഉണ്ടത്ര. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ താഴെ കൊടുക്കുക. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ തേർത്തലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്ത ഒരു വീടിൻ്റെ വിഷ്വലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ണൂർ ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും തന്നെ വർക്ക് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ സെറാമിക് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. അതും കൂടി കാണാൻ ശ്രമിക്കുക എല്ലാവരും കൂടി. സെറാമിക്കിൻ്റെ ഫുൾ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് വിളിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.